അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി രസ്മലായിയാണ്. ഇതൊരു ബംഗാളി സ്വീറ്റ്സ് കൂടെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 2 കവർ പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കുറച്ചായിട്ടാണ് ഒഴിച്ച് പാല് പിരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നാരങ്ങയ്ക്ക് പകരം വിനീഗർ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് പാല് പിരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ പാല് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വെള്ള തുണിയിൽ വെച്ചിട്ട് വേണം നമുക്കിത് അരിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങയുടെ ടേസ്റ്റ് നമ്മുടെ രസ്മലായിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിലെ വെള്ളം മുഴുവനും പോയാൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈൻ്റെ വെള്ളം വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കേണ്ടത്. എന്നാലേ നമുക്ക് രസ്മലായി നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം ബാക്കിയൂടെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ രസ്മലായി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അളവിൽ എനിക്കൊരു 10 രസ്മലായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ 10 രസ്മലായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രസ്മലായിൽ ആ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് റെബഡി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ റെബഡിക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചതാണ്. അതൊരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രസ്മലായുടെ ആ ഒരു യെല്ലോ കളർ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് യെല്ലോ കളർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്.
വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഡാർക്ക് കളറാണ്. ഇതിപ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പം അതിനായിട്ട് കുറച്ച് ബദാമും കാഷ്യൂയും പിസ്തയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പൊക്കെ ഇതിൽ നല്ലപോലെ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഓരോന്നെടുത്ത് പ്രസ് ചെയ്ത് ഇതിൽ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഇത് റെബഡിയിലോട്ട് ഇടുമ്പോഴത്തേക്കും ആ റെബഡി ഇതിലോട്ട് അബ്സോർബ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഷുഗർ സിറപ്പ് ഒന്ന് മാറ്റി കൊടുക്കുന്നത്. എന്നാലും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും രസ്മലായിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം ഞാൻ ഷുഗർ സിറപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റബഡിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റബഡി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ രസ്മലായി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ രസ്മലായി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് കളർ കുറച്ച് കുറവാണ്. നേരിട്ട് നല്ല ഡാർക്ക് യെല്ലോയാണ് നമ്മുടെ രസ്മലായിക്ക്. പിന്നെ ഇത് കുറച്ച് പാടാണ് ഉണ്ടാക്കാനെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഈ രസ്മലായി ഉണ്ടാക്കിയത് രസ്മലയുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ഇടുമ്പോൾ വീഡിയോ ലോങ് ആയി പോവും. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ രസ്മലായി കേക്കിൻ്റെ വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്